ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു ഉള്ളിത്തീയൽ. നല്ല പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ അമ്മച്ചിമാരൊക്കെ നല്ല വറുത്തരച്ചുണ്ടാക്കുന്ന ഉള്ളിത്തീയലില്ലേ, അതിന്റെ ടേസ്റ്റ് നമുക്കൊരു ഉള്ളിത്തീയൽ ഉണ്ടാക്കി നോക്കിയാലോ? നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? ഉള്ളിത്തീയൽ തയ്യാറാക്കാനായി നമ്മൾ 250 ഗ്രാം ഉള്ളി നല്ല തൊലി കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി, വാളംപുളി നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പില വേണം, 2 പച്ചമുളക്, തേങ്ങക്കൊത്ത് വേണം, നമ്മളൊരു 2-3 പീസ് തേങ്ങക്കൊത്ത് കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, കായം എന്നിവയാണ്. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. നമ്മൾ ഇതിലോട്ട് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു, ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നു, നമ്മളൊരു 4 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗണിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് ഓഫാക്കുകയാണ്. ഓഫാക്കിയിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ കൂടുതലാണെന്നല്ല, കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളൊന്ന് കണ്ടിന്യൂസ് ഇളകിക്കൊണ്ടിരിക്കണം, എന്നാലേ കറക്റ്റ് ഇതുപോലെ പരുവത്തിന് വറുത്തരപ്പ് കിട്ടുള്ളൂ. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതൊരു മിക്സർ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. ഉള്ളിത്തീയൽ തയ്യാറാക്കാനായി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഇഞ്ചി, 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ മെയിൻ സാധനമായ ചെറിയുള്ളി നമ്മൾ അരിഞ്ഞിട്ടൊന്നുമില്ല, അത് മുഴുവനായിട്ട് അങ്ങ് ഇടുകയാണ്. തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നു, 2-3 കരിവേപ്പിലയുടെ ചേർക്കും. ചെറിയുള്ളി നല്ല വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഈ വാളംപുളിയുടെ വെള്ളത്തോടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഉള്ളി നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വറുത്തരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഉള്ളിത്തീയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഈ 2 പൊടികളോട് ചേരുമ്പോൾ നല്ലൊരു സൂപ്പർ ഒരു സ്മെല്ല് വരും, സൂപ്പർ ഒരു ടേസ്റ്റും ആയിരിക്കും ഉള്ളിത്തീയലിന്. നമുക്ക് തീ ഓഫാക്കി ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. കടുക് പൊട്ടിച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമുക്ക് തീയലിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി തീയൽ റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സുഹൃത്ത് വന്നിട്ട് സുഹൃത്തിനോട് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട്, ചെറിയുള്ളി തീയൽ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം. ഇന്നത്തെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? നമ്മുടെ നാട്ടിൽ തേങ്ങാക്കൊത്തൊന്നും ഇടത്തില്ലേ. തേങ്ങാക്കൊത്തിന്റെ കൂടെ ഉള്ളി ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും അടിപൊളി തീയല് കൊള്ളാം. സാന്ദ്ര പറഞ്ഞ പോലെ നല്ല അടിപൊളി തീയലാണ്. നിങ്ങളിതെല്ലാവരും മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടു ജോ ഫ്രം ഗുഡ്വിൽ പാചകം.